നമ്മുടെ ഇന്നത്തെ യാത്ര ഇടുക്കി ജില്ലയിലെ മൂന്നാറിനോട് ചേർന്നുള്ള രത്നഗിരിയിലേക്കാണ്. രാജാക്കാട്, രാജകുമാരി, മാങ്ങാത്തൊട്ടി പ്രദേശങ്ങളിലായി ഇനിയും 31 തോട്ടങ്ങൾ കൂടി സന്ദർശിക്കാനുണ്ട്. അതിലൊരു 8 തോട്ടങ്ങൾ ഇന്ന് സന്ദർശിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് നമ്മൾ അതിരാവിലെ ഇറങ്ങിത്തിരിച്ചത്. പാമ്പാടും പാറയിലും മുണ്ടിയെരുമയിലും ഓരോ തോട്ടങ്ങൾ വീതം സന്ദർശിച്ച ശേഷം നമ്മൾ നേരെ പോയത് രത്നഗിരിയിലെ ഡ്രീം ക്യാച്ചർ പ്ലാന്റേഷൻ റിസോർട്ടിലേക്കാണ്. ഇതിന്റെ ഓണർ റഫീഖ് സാറിനൊരു ആഗ്രഹം. മൂന്നാറിൽ വരുന്ന സന്ദർശകരിൽ ഏറ്റവും അധികം ആൾക്കാരും സ്റ്റേ ചെയ്യുന്നത് ഈ റിസോർട്ടിലാണ്. പ്ലാന്റേഷൻ റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഏകദേശം 22 ഏക്കറിലധികം ഏലച്ചെടികളും തേയിലയുമാണ്. തേയില സംഭവം സെറ്റാണ്, പക്ഷേ ഏലച്ചെടികളിൽ കായ് കുറവാണ്. അപ്പോൾ പറഞ്ഞു വന്ന റഫീഖ് സാറിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ ഏലച്ചെടികളിൽ നിറയെ കായ് സെറ്റാക്കണം. എന്നാലല്ലേ ടൂറിസ്റ്റുകൾക്ക് ഏലച്ചെടിയുടെ ചുവട്ടിലിരുന്ന് കൈ നിറയെ കായൊക്കെ പിടിച്ച് ഫോട്ടോഷൂട്ട് നടത്താൻ നോക്കൂ. ആ ചലഞ്ച് നമ്മൾ അങ്ങ് ഏറ്റെടുത്തു. 1 മാസം കൊണ്ട് ഈ തോട്ടം മുഴുവൻ കായകൾ കൊണ്ട് നമ്മൾ നിറയ്ക്കാൻ പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ യാത്രയിൽ നമ്മോടൊപ്പം ജെയിംസ് ചേട്ടനും ഫാമിലിയും കൂടെ ഉണ്ട്. വണ്ടർ അക്കാഡമത്തിന്റെ ആരംഭം മുതൽ നമ്മുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളാണ് ജെയിംസ് ചേട്ടൻ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവനാണ് ഇദ്ദേഹം. ഇതുവരെ കർഷകർ നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചത് 3287 ഏക്കർ ഏലത്തോട്ടമാണ്. നമ്മളെ വിളിക്കുന്ന എല്ലാ കർഷകരുടെയും തോട്ടത്തിൽ നമ്മൾ എത്തിച്ചേരും. അത് 1 ഏക്കറായാലും ശരി, 1000 ഏക്കറായാലും ശരി. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, വണ്ടർ അക്കാഡമം കർഷകരിലെത്തിക്കുന്ന ഈ സേവനങ്ങൾ തികച്ചും സൗജന്യമാണ്. ഇനി ഈ റിസോർട്ടിനെ പറ്റി ചെറിയൊരു വിവരണം ഒറ്റ വാക്കിൽ പറയട്ടെ. മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ ഒന്ന് വന്ന് കണ്ടില്ലെങ്കിൽ ദൈവം നിങ്ങളോട് ചോദിക്കും. അത്രയ്ക്ക് സുന്ദരവും സ്വപ്നതുല്യവുമാണ് ഡ്രീം ക്യാച്ചർ പ്ലാന്റേഷൻ റിസോർട്ട്. 28 മുറികൾ, അതിൽ ട്രീ ഹൗസുകളും ഉൾപ്പെടുന്നു. പിന്നെ ഹോഴ്സ് റൈഡ്, പൊളാറിസ് റൈഡ്, ചിൽഡ്രൻസ് പാർക്ക്, വാച്ച് ടവേഴ്സ്, സൈക്ലിംഗ്, സ്വിമ്മിംഗ് പൂൾ, അങ്ങനെ നീളുന്നു ഈ റിസോർട്ടിന്റെ സവിശേഷതകൾ. എന്നായാലും പെൻഡിംഗ് ആയി കിടക്കുന്ന ഈ പ്രദേശത്ത് ബാക്കിയുള്ള 31 തോട്ടങ്ങളിൽ 8 തോട്ടങ്ങൾ ഇന്ന് സന്ദർശിക്കാനിരുന്ന ഞങ്ങൾ ആകെ വിസിറ്റ് ചെയ്തത് വെറും 3 തോട്ടങ്ങളാണ്. കാര്യം വേറൊന്നുമല്ല, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തീർന്നപ്പോൾ സമയം വൈകുന്നേരം 6 മണിയായി. അതുകൊണ്ട് ഞങ്ങൾ നാളെയും രാജാക്കാട് ഏരിയ വിസിറ്റ് ചെയ്യാൻ വരുന്നതാണ്. ഇതിനുശേഷം ചപ്പാത്ത്, മ്ലാമല പ്രദേശങ്ങളിലേക്ക് നീങ്ങേണ്ടതുള്ളത് കൊണ്ട് തന്നെ 3 ദിവസം കൊണ്ട് ഈ ഏരിയയിലെ പെൻഡിംഗ് നിൽക്കുന്ന തോട്ടങ്ങൾ വിസിറ്റ് ചെയ്ത് തീർക്കാമെന്നാണ് നമ്മുടെ പ്ലാൻ.
നമസ്കാരം. നമ്മളിന്നുള്ളത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിനോട് ചേർന്നുള്ള രത്നഗിരി എന്ന പ്രദേശത്താണ്. നമ്മളിവിടെ ഒരു റിസോർട്ടിന്റെ തോട്ടം നോക്കാനായിട്ട് വന്നതാണ്. ഡ്രീം ക്യാച്ചർ റിസോർട്ട്, നമ്മുടെ രത്നഗിരിയിലുള്ള മൂന്നാർ റൂട്ടില് ഡ്രീം ക്യാച്ചർ റിസോർട്ടിലെ നമ്മുടെ അവിടുത്തെ പ്ലാന്റേഷൻ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ വന്ന് അത്യാവശ്യം രോഗങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണ് ഇവിടെ ഈ ഒരു തോട്ടത്തിൽ ഇപ്പൊ പ്രധാനപ്പെട്ട രോഗങ്ങൾ, നിലവിൽ ഉള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്? കാണുന്നത് ഈ ഇപ്പം ഈ ശരത്തെ കാണുന്ന ഈ ശരത്തിന് മണ്ട ഒടിയുന്നുണ്ട്. ശരത്തിന്റെ മുകളിൽ നിന്ന് ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പോള പൊളിയുന്നത്, ഇല പഴുത്തിട്ട്. ഇവിടുത്തെ ഏലത്തിൽ നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു ഈളില്ലായിരുന്നു. നേരത്തെ ഇങ്ങനത്തെ പ്രശ്നമായിരുന്നെന്ന് അറിയാമായിരുന്നോ? നേരത്തെ അറിയാമായിരുന്നു. നമ്മൾ മറ്റൊരാളെ വിളിച്ച് കാണിക്കാറില്ല. നമ്മൾ സ്വന്തമായിട്ടുള്ള. അപ്പൊ നമ്മുടെ വണ്ടർകാടമത്തിന്റെ ഒരു ഫ്രീ വിസിറ്റ് ഇവര് നമ്മളെ വിളിച്ച് നമ്മളിവിടെ എത്തിയതാണ്. അപ്പൊ ഈ തോട്ടം ഈ തോട്ടം നമ്മൾ ഒരു മാസം കൊണ്ട് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതാണ് ഈ റിസോർട്ടിൽ. അപ്പോൾ ഈ വരുന്ന ഒരു മാസം കൊണ്ട് നമ്മൾ ഇവിടുത്തെ ഈ ഏലക്കായകളുടെ മുഴുവൻ നമ്മൾ കാ പിടിപ്പിച്ച് സെറ്റാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനെല്ലാം നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാനും, ഇവിടെ ഇപ്പോൾ അവർക്ക് ഏലത്തോട്ടത്തിനകത്ത് നിന്നാണ് വിദേശികൾ ഫോട്ടോ എടുക്കുന്നത്. പക്ഷേ ഈ ഏലത്തിൽ നിറയെ കായകളായിട്ട് നമ്മുടെ ഇവിടെ എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകൾക്ക് ഫോട്ടോ എടുക്കാൻ പാകത്തിന് ഇവിടെ നിറഞ്ഞ വിളവുള്ള ഒരു തോട്ടമാക്കി നമ്മൾ ഈ ഒരു മാസം കൊണ്ട് നമ്മൾ ഈ ഒരു ഡ്രീം ക്യാച്ചർ റിസോർട്ടിന്റെ പ്ലാന്റേഷൻ നമ്മൾ മാറ്റുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ സർവീസിനെ പറ്റി എന്താ പറയാനുള്ളത്? ഞങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇഷ്ടപ്പെട്ടോ? വീണ്ടും നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വിളിക്കാം. തീർച്ചയായിട്ടും ഒരു മാസത്തിനുള്ളിൽ നമ്മൾ അതിന്റെ ബാക്കി റിസൾട്ട് ചെയ്ത് നോക്കാം. അതെ, അപ്പൊ നമ്മൾ സ്വന്തം ഐഡിയ മാറ്റി. അപ്പൊ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് എല്ലാം വളരെ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങളെല്ലാം വെച്ച് കൃത്യമായിട്ട് നമ്മൾ ടൂൾസ് വെച്ച് പരിശോധിച്ചതിന് ശേഷമാണ് രോഗങ്ങൾ നിർണ്ണയിച്ച് നമ്മുടെ കർഷകർ സുഹൃത്തുക്കളെടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഒരു മാസത്തിനുള്ളിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാം. ഓക്കെ.